എല്ലാവരും. എന്റെ കൂടെ ഉള്ളത് യങ് ഓൺട്രപ്രനർ ആണ്. നമ്മുടെ കണ്ണൂരിൽ നിന്നും സ്വന്തം ഒരു ട്രക്ക് മുതലാളിയാണ് വന്നിരിക്കുന്നത്. യെസ്, മിസ്റ്റർ ഷബീബ്. ഹായ് ഷബീബ്. ഹായ്. സോ യെസ്, ഇതാണ് നുമ്മ പറഞ്ഞ താരം അല്ലെ, നമ്മുടെ സ്റ്റാർ ഇതവിടെ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടിട്ടുണ്ടാവും. നമ്മുടെ സ്റ്റാർ ട്രക്ക് നമ്മുടെ ഷബീബാണ് ഈ ഇരിക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ യങ് ഓൺട്രപ്രനർ എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോ ആദ്യമായിട്ട് എനിക്കൊന്ന് ഷബീബിനെ ഞാൻ കണ്ടത് ആ ഒരു ട്രക്ക് വന്നപ്പോഴുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. ആദ്യമായിട്ട് എനിക്കൊന്നും പരിചയമില്ലല്ലോ. അപ്പൊ ജസ്റ്റ് ഇവിടുന്ന് പയ്യാമ ബീച്ചിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നേ. അപ്പൊ 3 പേര് നിങ്ങളാണ്, അധികം ഒരാള് നിങ്ങളാണ്. 3 പേര് ഇരിക്കുന്ന സമയത്ത് ജസ്റ്റ് വന്നു നോക്കുമ്പോ ഇങ്ങനെ പരിചയപ്പെട്ടു. അത് കണ്ടപ്പോ ശരിക്കും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അത് എങ്ങനെയാണ്, ഇത് ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നീടാണ് അത് ഷബീബ് ആണ് എന്ന് അറിഞ്ഞതും ഇത്ര യങ് ആയിട്ടുള്ള ഒരാളാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ബുദ്ധി എന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ എങ്ങനെയാണ് ഒരു ട്രക്കിലേക്കുള്ള ഒരു പ്രയാണം എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആക്ച്വലി അതായത് ഞാൻ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു കുറെ വർഷമായി. അപ്പോൾ ഒരു ഡിക്കാത്ലോൺ പോലത്തെ ഒരു സ്പോർട്സ് വെയർ ബ്രാൻഡാണ് ആഗ്രഹം. ബട്ട് അത്രത്തോളം നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റില്ല സ്റ്റാർട്ടിങ് സ്റ്റേജിൽ. അപ്പോൾ അതുപോലെ ചെറിയൊരു സമരമായിട്ട് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ബിൽഡ് ചെയ്താണ് ഇത് ആക്ച്വലി. ബട്ട് ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇത് കണ്ടിന്യൂ കുറച്ച് കാലം ചെയ്തിട്ട് ഇതിലൂടെ ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി മാത്രം ഞാൻ ഈ വണ്ടി ബിൽഡ് ചെയ്യാൻ വേണ്ടി മെയിൻ ഉദ്ദേശം. ബട്ട് ആൾക്കാർ റെസ്പോൺസ് ഫുൾ മാറി, അങ്ങനെയൊന്നുമല്ല. അവിടുന്ന് അങ്ങോട്ട് തരിപ്പെത്തി. ഇപ്പൊ ഒരു ട്രക്കിനെ വെച്ചിട്ട് കുറേ അധികം വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൽ എഡിറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ആൾക്കാരെ എന്താ പറയാ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ പിന്നിലും ഷബീബ് തന്നെയാണോ ഫുള്ളോ? ഞാൻ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത്. ബട്ട് കുറച്ചൊക്കെ ടൈം കിട്ടാത്ത സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ. അതേപോലെ ഇപ്പൊ ഇതിന്റെ മുന്നില് ഇപ്പൊ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു ബ്രാൻഡ് പ്രൊമോഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു, ബിയാൻസി സൈഡിൽ. ശരിക്കും അത് ജർമ്മൻ മെയ്ഡ് കമ്പനി ആണ് അല്ലെ? ജർമ്മൻ മെയ്ഡ് സൈക്കിളാണ്. അപ്പോൾ 1980s മോഡൽ വണ്ടി എനിക്ക് അങ്ങനെ ഒരു യുണീക്ക് ആയിട്ടൊരു വണ്ടി വേണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറമെ ചെയ്തെടുത്തിയ. അപ്പോൾ അത് വാങ്ങിക്കണേ നമുക്ക് ഏകദേശം നാട്ടിൽ ഇന്ത്യൻ മണി 12 ലക്ഷം രൂപ വരും. അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് അല്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് മോഡൽ ബിൽഡ് ചെയ്തെടുത്ത്. അപ്പോൾ നമുക്കത് ടൈം അത്യാവശ്യം 1.5 വർഷം എടുത്ത് അത് ചെയ്തെടുക്കാൻ വേണ്ടി. ബിക്കോസ് അത് അത്രയും അതിൻ്റെ പാർട്സൊക്കെ എത്തിക്കാൻ അവിടെ 10-20 ലക്ഷത്തിന് അതിൻ്റെ പാർട്സൊക്കെ ഓൾമോസ്റ്റ് എത്തിച്ചത്. അപ്പോൾ അതിനെത്തിക്കുന്ന ടൈമും പിന്നെ ഇതിൻ്റെ വെൽഡിങ് കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 1.5 വർഷം എടുത്തു. അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ വന്ന് അവർ സെറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. ചെറിയ ബുദ്ധിയൊന്നല്ല എന്റെ മുന്നിൽ ഇരിക്കുന്ന ആൾക്ക്. അതായത് ജർമ്മൻ മെയ്ഡ് കമ്പനി ബിയാൻസി, അതിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സൈക്കിൾ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് സ്വന്തം അത് ഉണ്ടാക്കിയെടുത്ത ഒരാളാണ്. ചെറിയ പുള്ളിയൊന്നല്ല. ഇത്രയധികം ബുദ്ധിയും കാര്യങ്ങളും. അപ്പൊ ചെറുതിലെ എങ്ങനെയാണ് പഠിത്തത്തിന്റെ കാര്യത്തിലൊക്കെ, സ്കൂളിങ് എങ്ങനെയൊക്കെയായിരുന്നു? സ്കൂളിൽ കുറച്ച് മോശമായിരുന്നു. അങ്ങനെയുള്ളവരാണെന്ന് തോന്നുന്നുണ്ട് കൂടുതൽ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുന്നത്. എനിക്ക് യൂറോപ്യൻ ട്രിപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് ആ ഒരു സൈക്കിൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി മെയിൻ ഉദ്ദേശം. ബട്ട് അതിന് സ്പോൺസർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടിയതിന് ശേഷം പോകാൻ വേണ്ടി അത് പ്ലാൻ ചെയ്യുന്നേ. അതിപ്പം പെൻഡിങ്ങിലാണ് അതിന്റെ പരിപാടി, ആ ഒരു സൈക്കിൾ ടൂർ എന്നുള്ളൊരു പരിപാടി. എന്തായാലും കുറച്ച് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അത് പോകണം. എന്തായാലും ആ ഒരു സ്വപ്നം എന്തായാലും വേഗം പൂവണിയട്ടെ. കാരണം ഷബീബ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയൊരു സംഭവം അല്ലല്ലോ. 1.5 വർഷം എടുത്തിട്ടാണ് ഇതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഷബീബിന് ശരിക്കും ഒരു യൂറോപ്പ് യാത്ര സ്പോൺസർ ചെയ്യാൻ അല്ലെ, ആരെങ്കിലുമൊക്കെ വരാണെങ്കിൽ നമുക്ക് സന്തോഷമാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇത് കാണുകയാണെങ്കിൽ എന്തായാലും ഷബീബിനെ സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നുള്ളൊരു സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ട്? കണ്ണൂരിൽ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര സപ്പോർട്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരു വണ്ടി ബിൽഡ് ചെയ്തതിന് ശേഷം 2-3 വീഡിയോന് ശേഷം തന്നെ എനിക്ക് ഒരു എൻക്വയറീസ് വന്നിട്ടുണ്ട്, ഇങ്ങനെ വണ്ടി ബിൽഡ് ചെയ്ത് തരുമോ. അതുപോലെ തന്നെ ചെറിയ ബ്രാൻഡ് മുതൽ ശരിക്കും പ്രൊമോഷന്റെ പേരിൽ ചെയ്തെടുത്തിയല്ല, എൻ്റെ കമ്പനി ബിൽഡ് ചെയ്യണം എന്നുള്ള ഒറ്റൊരു കോൺസെപ്റ്റ് മാത്രം ചെയ്തതാണ് ഞാൻ പറഞ്ഞല്ലോ. ബട്ട് ആൾക്കാരുടെ റെസ്പോൺസ് പറയുന്നത് എല്ലാം ഇപ്പോൾ ചെറിയ ബ്രാൻഡ് മുതൽ ഓക്സിജൻ പോലത്തെ വലിയ മൈജി പോലത്തെ ബ്രാൻഡെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊന്നും വിചാരിച്ച് ചെയ്തില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ട് നിൽക്കുന്നത്. വലിയ വലിയ ബ്രാൻഡ്സ് അല്ലേ ചെയ്യാൻ തുടങ്ങി. ചില ആൾക്കാർക്ക് അതൊരു യൂണിക് ഐഡിയ തോന്നിയിട്ടായിരിക്കും അതിങ്ങനെ ഇത്രയും പെട്ടെന്ന് അത് സംഭവിച്ചത്. ഇപ്പൊ ഒരു സൈക്കിളിന്റെ കാര്യം പറഞ്ഞത് ശരിക്കും ഒരു ടൂർ പർപ്പസ് സൈക്കിൾ ആണോ? ശരിക്കും ആ ഒരു ടൂറിംഗ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന. അതായത്
ഈ 980s മോഡൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആ ടൈമിൽ പോളിസ്റ്റർ മെറ്റീരിയൽ ഒന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഫുള്ളി ലെതറിൽ അത് ചെയ്തെടുത്തത്. അപ്പോൾ ഒരു മഴ വന്നാൽ അതെടുത്ത് പോകാൻ വേണ്ടി പറ്റില്ല. അവർ ഫുള്ളി ആ ഒരു 1980 എങ്ങനെ ആ ഒരു കാലത്ത് എങ്ങനെയാണ് ആ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് ആ സെയിം കോൺസോളിൽ ചെയ്തെടുത്തത്. ഈ നമുക്ക് പുറത്തുനിന്ന് എന്താ പറയാ ഒരു മഴ പെയ്യുകയാണെങ്കിൽ അത് ഫുള്ള് കവർ ചെയ്ത് പോണ്ടി വരും, ബുദ്ധിമുട്ടായി. അപ്പൊ ഇങ്ങനത്തെ ഒരു സൈക്കിള് ഉണ്ടാക്കി എടുത്തപ്പോ എൻക്വയറീസ് ഒക്കെ എങ്ങനെയായിരുന്നു ആൾക്കാരിൽ നിന്ന്? അവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു തരാമോ എന്നുള്ള എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇപ്പോഴും വരുന്നുണ്ട്, എൻക്വയറീസ് ഇപ്പോഴും വരുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു മോഡൽ ആൾക്കാർ ഇന്ത്യയിൽ കണ്ടില്ല. ഇന്ത്യയിൽ തന്നെ 2-3 മോഡലൊക്കെ ആൾക്കാരടുത്തുണ്ടാവും, അതും റെയറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് അത്രയും നമുക്ക് അതിൻ്റെതായ ടൈം എല്ലാവരുടെയും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മാത്രമല്ല അതിൻ്റെ പാർട്സ് ഒക്കെ എത്തിക്കാൻ നമ്മൾ ഫൈൻഡ് ചെയ്ത് ഓരോ പ്രൊഡക്റ്റും സെക്കൻഡ് ഹാൻഡിലൊക്കെയാണ് അത് എടുത്തിട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ടൈം എടുക്കും അത് ചെയ്യാൻ വേണ്ടി. അത് ഉണ്ടാക്കിയ ഒരു ടൈമിൽ ഒരു എക്സ്പീരിയൻസ്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടും ഫ്രണ്ട്സിൽ നിന്നുള്ളൊരു സപ്പോർട്ടും ഒരു 1.5 year എടുത്തു. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു ടൈം? എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ്, എന്തെങ്കിലും ഒരു ഫണ്ണി ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷണലി വിഷമിപ്പിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനിപ്പോ കാരണം MBA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു ഏജ് നമുക്ക് ലേറ്റ് ആയല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പറയും ഇപ്പോൾ സൈക്കിൾ എന്ത് ഈ പ്രായത്തിൽ സൈക്കിൾ ബിൽഡ് ചെയ്തുകൊണ്ട് തന്നെ എന്തായാലും ടോക്ക് വരാതിരിക്കില്ല. അപ്പൊ അങ്ങനെ പക്ഷെ ഞാനത് കാര്യമാക്കിയിട്ടില്ല. ബട്ട് അത് ചെയ്യുന്ന സമയത്തൊന്നും സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആരുടെടുത്തൊന്നും. കാരണം വെച്ചാല് ആർക്കും അറിയില്ല എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാല് ആരും ഒന്നും ചെയ്യുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സൈക്കിൾ ഈ പ്രായത്തിൽ സൈക്കിൾ എന്ന് പറയുന്ന സംഭവം തന്നെ നോർമൽ സൈക്കിൾ എന്നുള്ള കോൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് അത്രയും വാല്യൂ മനസ്സിലാവുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇത് പറഞ്ഞാൽ തിരിയില്ല. അപ്പോൾ പറയാതെ ചെയ്ത് ലാസ്റ്റ് അത് ലോഞ്ചിങ് ഇവിടെ തലശ്ശേരി വെച്ചിട്ട് അതിനെ ലോഞ്ചിങ് ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ ചാനലും കാര്യങ്ങളൊക്കെ വന്ന് അപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഇവർക്ക് മനസ്സിലായത്. പാരന്റ്സ് കൊറേ ചാനൽസ് ഒക്കെ ഉണ്ട്, ചെറിയ സംഭവം അല്ല എന്റെ മോൻ ആക്കിയെടുത്തത്. ചെറിയ സംഭവമല്ല, അതിന് ശേഷം പിന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്തായാലും അറിയത്തില്ല, അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞല്ല. ഇത് അറിയില്ല എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്. അത് മാത്രല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പൊതുവെ എല്ലാവരുടെയും ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും ലാസ്റ്റ് എത്തിച്ചേരുന്നു നീ ഇതെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ്, അങ്ങനെയുള്ള ആൾക്കാരെയാണ് കൂടുതൽ പൊതുവിലെ സോഷ്യലി അക്സെപ്റ്റബിൾ എന്നൊക്കെയുള്ളൊരു രീതിയിൽ കാണുന്നത്. എത്ര തന്നെ ടാലന്റഡ് ആയിട്ട് എത്രയോ കുട്ടികളുണ്ട്, പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? എന്ത് പറഞ്ഞാൽ നമ്മൾ എന്ത് ഇന്നോവേറ്റ് ചെയ്താലും ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളൊരു മാരേജ് ചെയ്യണമെങ്കിൽ, കല്യാണം കഴിക്കണമെങ്കിൽ നല്ലൊരു ജോലി വേണം. അങ്ങനെയാണ് അതിന്റെ ഇപ്പോഴും പോകുന്നത്. മോശം മാറിയിട്ട് വിചാരിക്കുന്നത്, പക്ഷെ എന്തായാലും നല്ലൊരു ജോബാണ് എല്ലാവരും മുന്നിലും. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഒരു നല്ലൊരു ജോബാണ് മെയിൻലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ഇതിൽ എത്രത്തോളം സാധ്യത ഉണ്ടെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മളിപ്പോൾ പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിനൊപ്പം നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ബെനിഫിറ്റ് നേടാൻ പറ്റും അവർ മനസ്സിലാക്കുന്നത്. കാരണം ഇപ്പോൾ ഈ ഒരു ട്രക്ക് വെച്ച് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കിപ്പോൾ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് സാധനം വഹിക്കാൻ പോകാൻ പറ്റും. പോസിബിളാണ് കാര്യം. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ പോസിബിൾ ആണെന്ന് വെച്ചാൽ അതിന്റെ റോഡ് സാധ്യത കാര്യങ്ങളൊക്കെ രാജ്യങ്ങളിൽ അങ്ങനെ കണ്ടില്ല. ഇപ്പൊ ദുബായിലൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ സെയിം ഇതെല്ലെങ്കിലും കോൺസെപ്റ്റ് അല്ലെങ്കിലും അത് മാറി വേറെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമുക്കിപ്പോ അതിനേതായ റോഡ് സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹാൻഡിക്യാപ്ഡിലുള്ള ആൾക്കാർക്കെല്ലാം പോയിട്ട് സാധനം വാങ്ങിക്കാം. അത് ഇത്രയും സെക്യൂരിറ്റിയും GPS ഒക്കെ വെക്കുകയാണെങ്കിൽ ഇത് ഒരു ഇഷ്യൂസും വരുന്നില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നോർമലായിട്ട് ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത് എനിക്കൊരു ഫൺ കണ്ടന്റിന് വേണ്ടി ചെയ്യുക. അത് കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയാ നല്ല രീതിയിൽ അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരു നേരത്തെ പറഞ്ഞ ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഷേപ്പിങ്ങിന്. അപ്പൊ ഈ ഒരു രീതിയിൽ പൊളിറ്റീഷ്യൻസിനോ അങ്ങനെ എന്തെങ്കിലും ഒരു അപ്രോച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ ഒരു ഐഡിയ പ്രസന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. അതായത് ഇപ്പൊ ഞാൻ ഒരു എക്സൈസിന്റെ ഓഫീസൊക്കെ പോയിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ട്. അതാണ് വെച്ചാൽ അവർ പറയുന്നത് തന്നെ, അവരും ഇത് തന്നെ പറഞ്ഞത്. അതായത് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനൊപ്പം നമുക്ക് എന്തായാലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനുള്ള ആൾക്കാർ ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് എന്തായാലും നമുക്കത് പോസിബിൾ ആണ് കാര്യം. ആൾക്കാർക്ക് അറിയില്ല. ഇതുകൊണ്ട് നമുക്ക് മെയിൻലി നമുക്ക് ഇതുകൊണ്ട് കുറെ ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും ഫുൾ ആയി. അത് മാത്രമല്ല ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് 360 ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിലവിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു ഫ്രണ്ട് പോർഷൻ മാത്രമേ കാണാൻ പറ്റുമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. 360 ആയിട്ട് നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റും. നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് റോഡും കാര്യങ്ങളും എല്ലാം മുകളിലും താഴെയും മൊത്തം കാണാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അത്രയും കൺട്രോൾ ആയിട്ട് ഇത് എടുത്ത് പോകാൻ പറ്റും. ഇത് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് ചിലപ്പോൾ വണ്ടി ഇടിച്ചാലോ. അങ്ങനെ ഒരു 1 വീക്ക് ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൂളായിട്ട് നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും.
ശരിക്കും അന്ന് എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ഞാൻ വിചാരിച്ചത് ആരാണ് ആഞ്ചലിൻസ് കറക്റ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്ത് നോക്കി സംസാരിക്കുന്നു. അപ്പൊ നിങ്ങളത് കാറിന്ന് നല്ല രീതിയിലല്ലേ കൺട്രോൾ ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കി എടുത്തത്. അപ്പൊ അത് എത്ര നാളെടുത്തു ഈ ഒരു ട്രക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ട്രക്കിന് വേണ്ടി ഏകദേശം ഒരു 3 months എടുത്തു. അതിന്റെ ആക്സറീസ് ഒക്കെ നമ്മൾ പുറത്തുനിന്ന് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും കൂടി മൈസൂരിലെ ഫ്രണ്ടും കൂടിയാണ് അതിന്റെ ആക്സറീസ് ഒക്കെ വാങ്ങിച്ചത്, സെറ്റ് ചെയ്തെടുത്തത്. ഞാൻ മുഖേനാണ് സാധനമൊക്കെ എത്തിച്ചത്. അതും നമുക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി കുറച്ച് ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റ് മേ ബി അത് ഫേക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് കിട്ടുന്നതുകൊണ്ട് പുറത്തുനിന്നാണ് അതിന്റെ സാധനം ഇമ്പോർട്ട് ചെയ്തിട്ടാണ് അത് ഇത്തിരി ടൈം എടുത്തത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒരു 3 months എടുത്തു ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പൊ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അവരുടെ ആ ഒരു സപ്പോർട്ടും എങ്ങനെയായിരുന്നു? അവരുള്ളതുകൊണ്ട് മാത്രമായി ഈ വീഡിയോന് പിന്നില് ഒറ്റക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്. എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഷബീബിന്റെ ഇപ്പം ഈ ഒരു രീതിയിലുള്ള കാര്യം അത് ഒരിക്കലും ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല. ഇതൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഗവൺമെന്റ് അംഗീകരിക്കേണ്ടതും ആയിട്ടുള്ള കാര്യമാണ് ശരിക്കും ഷബീബ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ സ്കൂൾ ടൈമിൽ അത്ര നല്ല പഠിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞല്ലോ, അപ്പോ ഇപ്പൊ ആണെങ്കിൽ ഇത്രയധികം ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ എന്താ പറയാ, ടീച്ചേഴ്സ് അവരുടെ സൈഡിൽ നിന്നുള്ള അങ്ങനെ ടീച്ചേഴ്സ് ആരെങ്കിലും ഇത് കാണാൻ ഇടയായിട്ടുണ്ടോ? ഷബീബ് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കോളോ സ്കൂളിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് എനിക്ക് അറിയുന്ന സ്കൂളിൽ നിന്നല്ല, അവരെ സ്കൂളിൽ നിന്ന് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അതിൽ ഒരു താല്പര്യമില്ല. ഒരു ഇവിടുത്തെ CHM അവിടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് വലിയ താല്പര്യം ഇല്ല അതിൽ. ഞാൻ പോയിട്ടൊന്നും ക്ലാസ് എടുക്കാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പോയിട്ടില്ല നിലവില്. സ്വന്തം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കണ്ടിട്ട് അങ്ങനത്തെ ഒരു ടീച്ചേഴ്സ് കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് വിചാരിക്കുന്നുണ്ടാവും, കാരണം ചിലപ്പോൾ പണ്ടെങ്കിലും ഒഴിക്ക് നടന്നില്ലേ ഒന്നൊരു വേറെ ലെവൽ എത്തിയല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ. പിന്നെ വീട്ടിലെ കാര്യം പറയാം. വീട്ടിലായിരിക്കും? വീട്ടിൽ ഉപ്പ ഉമ്മയുണ്ട്, സിസ്റ്റർ ഉണ്ട്, പിന്നെ ബ്രദർ ഉണ്ട്. ബ്രദർ പുറത്താണ്, സിസ്റ്റർ വീട്ടിലുണ്ട്. സൈക്കിൾ എവിടെയാണുള്ളത്? ഇവിടെ ബിയാൻജി വീട്ടിലുള്ളത്. വീട്ടിലുണ്ട്. ഇപ്പൊ ഇത് ആക്കിയിട്ട് ഇപ്പൊ എത്ര നാളായി? 2 വർഷമായി. 2 വർഷമായിട്ട്. അപ്പൊ നമ്മുടെ യൂറോപ്പ് യാത്ര ഉടനെ തന്നെ എന്തായാലും ഇത് വലിയ സമയത്ത് പെട്ടെന്നൊന്നും പോകാൻ വേണ്ടി ചെയ്തതല്ല. ശരി, ഇത്രയും നല്ലൊരു എമൗണ്ട് വേണം യൂറോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, അത്രയും ടൈം എടുക്കും. അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും സെറ്റ് ആവണം ഇവിടെ. കാരണം വെച്ചാല് വെറുതെ പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തെടുത്ത് അതിനുശേഷം കുറച്ചൊന്ന് ടൈം എടുത്തിട്ട് പോകാൻ വേണ്ടിട്ട് തന്നെ അതങ്ങനെ ചെയ്ത് എടുത്തത്. ഈ ഒരു യൂത്തിനോട് ഇപ്പോ ഷബീബ് ചെറിയ വയസ്സായിട്ടുള്ള ഒരു 20-25 അത്രയിലായിട്ട്, അപ്പോൾ യൂത്തിനോട് ഇങ്ങനെ ടാലന്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ പഠിത്തം മാത്രമല്ല, നമുക്ക് ഇങ്ങനെയും ടാലന്റ് ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി സാധിക്കും. അത് ഷബീബിന്റെ ലൈഫിലൂടെ ആ ഒരു സംഭവം എങ്ങനെയാണ്, എന്താണ് പറയാനുള്ളത് യൂത്തിനോട്? അതായത് അങ്ങനെ ഒരു ആഗ്രഹം ആയിരിക്കും ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്തായാലും. കാരണം വെച്ചാൽ എന്തായാലും നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടാൻ ചാൻസ് കുറവായി. എന്തായാലും അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. കാരണം വെച്ചാൽ അത്രയും ടൈം എടുക്കുന്ന ഒരു ഏജ്, അതുപോലെ തന്നെ നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നത് ആരും അറിയിക്കാണ് നമ്മൾ ചെയ്യുന്നത്. സൈക്കിൾ എന്നെല്ലാം പറയുമ്പോൾ ആൾക്കാർക്ക് എന്തായാലും അത് എന്താണ് അറിയത്തില്ല. അതുപോലെ തന്നെ ഈ ട്രക്കിന്റെ ടൈമിൽ തന്നെ ഒരു കാറ്, അതും ഒരു ടോയ് അല്ലേ. അപ്പോ നിങ്ങൾക്ക് കാണുമ്പോൾ അത് ടോയ് തന്നെയാണ്. പക്ഷെ അതില് മരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആ ഒരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്നില്ല, അതിലൂടെ ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അതിപ്പോൾ കോളേജിലൊക്കെ അത്രയും വാല്യൂ പ്രൊഡക്റ്റ് അതൊക്കെ. അത് അറിയാത്ത ആൾക്കാർക്ക് അത് വാല്യൂ ഇല്ലെങ്കിലും ഒരു ടോയ് മാത്രമായിട്ട് കാണുന്നത്. ഇതൊക്കെ ഭയങ്കര വാല്യൂ ഉള്ള, പുറമേ രാജ്യങ്ങളിൽ ഭയങ്കര വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. റേസിങ്ങും കാര്യങ്ങളും അതൊക്കെ നടക്കുന്ന സംഭവമാണ്. അപ്പൊ ഇവിടുള്ള ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ നമ്മളെ പാഷൻ നോക്കി പോവാന്നല്ലാതെ വേറെ അതിലുള്ള കാര്യമൊന്നുമില്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം, മാക്സിമം എന്തായാലും അതുണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പൊ നേരത്തെ ടോയ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഞാനത് കണ്ടിട്ട് പല പല പൊസിഷനിൽ എത്തിയിരിക്കുന്ന ആൾക്കാർ അവരുടെ ചെറുതിലെ ഉള്ള ടോയ്സ്, പ്രത്യേകിച്ച് കാർസ് അല്ലെങ്കിൽ ചീപ്പ്, അതെല്ലാം ഇപ്പോഴും സൂക്ഷിച്ച് വളരെ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട് അവരുടെ ടോയ്സ്. ഇപ്പൊ അടുത്ത് എനിക്ക് തോന്നും ഗണേഷ് ആ ഒരു കളക്ഷൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഷബീബ് പറഞ്ഞതും അല്ല, അങ്ങനെ അത്രയും ക്രേസ് ആയിട്ടുള്ള ടോയ്സിനോടൊക്കെ അത്രയും ക്രേസ് ആയിട്ടുള്ള, കാറിനോട് അത്രയും ക്രേസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് അത് ആൾക്കാർക്ക് കുറെ ആൾക്കാർ ഇതൊക്കെ നമുക്ക് ഗണേശ് സാറൊക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു വാല്യൂ ആയിട്ട് ഇത്രയും ക്വസ്റ്റൻ നിൽക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്തായിരിക്കും അവർക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ട് തോന്നുക.
അങ്ങനെ ഏതെങ്കിലും ഒരാൾ മീറ്റ് ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ ഓക്സിജൻ അങ്ങനെ പല പല ബ്രാൻഡ് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ നല്ലതുണ്ടോ? ഇപ്പോൾ ഓക്സിജനിൽ ഞാൻ എനിക്കിപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ ഡൗട്ടാ, അതായത് എന്നെ വിളിക്കേണ്ട ആവശ്യം എന്താ ഇരിക്കുന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ആദ്യം. ബട്ട് അവർക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടപ്പെട്ടുകൊണ്ട് വിളിക്കുന്നേക്കാം. ബട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ടെൻഷനാണ് വന്നത്. കാരണം വെച്ചാൽ എന്തിനാ എന്നെ വിളിക്കാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ഡൗട്ടാ ആദ്യമൊക്കെ. പിന്നെ ഇതിലെ ആൾക്കാർക്ക് ഇതിനുള്ള ഇഷ്ടം ലൈക്ക് കൊണ്ട് മാത്രം അങ്ങനെ ആൾക്കാർ ആക്കി തരുമെന്ന് ചോദിക്കുന്നുണ്ട്, വലിയ ഇതിനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ വലിയത് കൊടുക്കണം എന്നുണ്ട്. ബട്ട് അതിന്റെ ടൈമാണ് കഴിഞ്ഞ് 3 months ആരും വെയിറ്റ് ഇല്ല. ശരിക്കും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് സൊസൈറ്റിയിൽ നിന്നും കിട്ടുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്ഫുൾ അല്ലേ ഷബീബിന് ശരിക്കും. സോ അങ്ങനത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ടൂറിംഗ് പർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സൈക്കിളാണ്. സൊസൈറ്റിയിൽ നിന്നും അതേപോലെ ഗവൺമെന്റിൽ നിന്നും അത്രയും ഒരു സപ്പോർട്ട് ഷബീബിന് കിട്ടുകയാണെങ്കിൽ ഷബീബ് അടിപൊളിയായിട്ട്. എനിക്ക് തന്നെ നമ്മള് ജർമ്മൻ മെയ്ഡ് അവിടേക്ക് പോകേണ്ട കാര്യമില്ല, നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് തന്നെ അല്ലേ, ഇന്ത്യയുടെ സ്വന്തം ഒരു അടിപൊളി ഓൺട്രപ്രനർ എന്നുള്ള രീതിയിലും ഷബീബിന് വളരാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്തായാലും. അതേപോലെ ഇപ്പൊ ഈ ഒരു സൈക്കിളിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഏതൊരു പ്രായത്തിലാണ് അങ്ങനത്തെ ഒരു ഐഡിയ തോന്നിയത് ഇങ്ങനെ ഒരു സംഭവം ആക്കണം എന്നുള്ളത്? ഞാൻ ഈ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയത്താണ് ഈ ഒരു പ്ലാൻ വിചാരിച്ചത്. അതായത് സ്വന്തമായിട്ടൊരു യുണീക്ക് എന്തെങ്കിലും നമുക്ക്, എനിക്ക് ഓൾറെഡി ഇങ്ങനത്തെ പാഷനൊക്കെയാണ്. ഞാൻ വെൽഡിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോ എനിക്ക് വൈറ്റ് കോളർ ജോബ് ഇഷ്ടമല്ല. എനിക്ക് കമ്പ്യൂട്ടറിൽ പോയിട്ട് കിട്ടുന്ന ജോബ് ഒന്നും ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ എന്താ പറയാ, ഈ വെൽഡിങ് കാര്യങ്ങൾ അത് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല. അങ്ങനത്തെ ഞാൻ വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ, നല്ല രീതിയിൽ വെൽഡിംഗ് ഒക്കെ ചെയ്തിട്ട് ആ സൈക്കിളിന്റെ അയച്ചതില്ല. അത് ഷബീബ് തന്നെയല്ലേ ഫസ്റ്റ് ചെയ്യുന്ന? കുറെ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറച്ച് പുറത്തും ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനോട് ഞാൻ 6 മാസം കോഴ്സ് എടുത്തിട്ടുണ്ട് വെൽഡിംഗ് പഠിക്കാൻ വേണ്ടി. 6 മാസത്തെ കോഴ്സ് വെൽഡിംഗ് പഠിക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. കോഴിക്കോട് എന്നാ പഠിച്ചത്. നിങ്ങൾ ഇത് കേൾക്കുക, വൈറ്റ് കോളർ ജോബ് ഇഷ്ടപ്പെടാതെ ഷബീബ് എന്റെ മുന്നിലുള്ളത് അല്ല, ഇതൊക്കെ ശരിക്കും ഒരു എൻകറേജ്മെന്റ് ആണ് ആൾക്കാർക്ക്, കേൾക്കുന്നവർക്ക് ഒരു എൻകറേജ്മെന്റ് തന്നെയാണ്. ഷബീബ് അപ്പൊ എന്തായാലും ഷബീബിന്റെ ഈ ഒരു ലാംഗ്വേജ് നമ്മുടെ സ്വന്തം കണ്ണൂർ സ്ലാങ് അല്ലേ, അത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ എത്രമാത്രം ആക്സെപ്റ്റബിൾ ആണ്? ശരിക്കും അതിലൂടെയാണ് റീച്ച്. കാരണം ഇക്കാര്യം കണ്ണൂർ ഭാഷയാണ് എല്ലാവർക്കും ഇഷ്ടം. അതായത് ഇപ്പോ വീഡിയോ ചെയ്യുന്നതിൽ മെയിൻലി റീച്ച് ആവാനും കാരണം എന്ന് പറയുന്നത് ഈ ഒരു ലാംഗ്വേജ് കൊണ്ടാണ്. കണ്ണൂർ ഭാഷ കൊണ്ട് മാത്രമാണ് റീച്ച് ആവുന്നത് മെയിനായിട്ട്. അതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ആ ഒരു ലാംഗ്വേജ്. നമ്മുടെ അടിപൊളി ലാംഗ്വേജ് അല്ലേ കണ്ണൂർ ഭാഷ ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. എന്ത് പറഞ്ഞാലും അപ്പൊ അല്ല, മറ്റുള്ളവർക്ക് ഇപ്പൊ ഷബീബ് സംസാരിക്കുമ്പോ എന്തെങ്കിലും എന്താണ് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ടോ പുറത്തേക്കൊക്കെ പോകുമ്പോ? അറിയാതെ വരും എന്തായാലും, അത് പറഞ്ഞൊരു കാര്യമില്ല. എന്തായാലും വരും അല്ലെ. നമ്മുടെ ഭാഷ എന്തായാലും നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭാഷയെ കണ്ണൂർ. ആസിഫ് അലി പറഞ്ഞിട്ടുണ്ട് എടുത്ത മാസം കൂടെ കണ്ണൂരിന്റെ മരുമോനാണ്. പക്ഷെ നമ്മുടെ ഭാഷ, നമ്മുടെ ഇവിടെ ഫുഡൊക്കെ ഭയങ്കര അധികം ഇഷ്ടമാണ്. അതെ അതെ, പിന്നെ കണ്ണൂരത്തെ ഫുഡൊന്നും വേറെ എവിടെയും കിട്ടില്ല, വേറെ എവിടെയും കിട്ടൂല. ഷബീബിന് ഏറ്റവും ഇഷ്ടം എന്താ? ബിരിയാണി. ബിരിയാണി പഠിക്കാൻ പോയിട്ടുണ്ടോ ട്രക്കിൽ? ഞാൻ നെറ്റിൽ ബിരിയാണി വാങ്ങിപ്പടി പ്ലാൻ ഉണ്ട് പോണം എന്നുള്ളത്. നമ്മുടെ ആൾക്കാരുടെ റെസ്പോൺസ് പലതും നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ട്രക്കായിട്ട് പോകുമ്പോൾ ഉള്ളത്. പക്ഷെ ഒരു ഫണ്ണി ആയിട്ടുള്ള ഇങ്ങനെ എന്തെങ്കിലും ഓർമ്മകൾ എന്തെങ്കിലും ഒന്ന് പറയാമോ? ഞാൻ മൈസ്പിങ് എന്നൊരു കാർ ബ്രാൻഡ് ഉണ്ട്. അപ്പോൾ അത് അവര് കൊളാബ് ചെയ്തിട്ട് ഒരു ചിൽഡ്രൻസ് ഡേ ഒക്കെ സ്കൂളിൽ പോയിട്ട് ചോക്ലേറ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഒരു 5-8 കുട്ടികൾക്ക് വേണ്ടി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെ മാനേജർ സംസാരിച്ച് സ്കൂളിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റിയിട്ട് ഒരു വീഡിയോ ആക്ച്വലി പ്ലാൻ ചെയ്തത്. ഇങ്ങനെ പ്ലാൻ ചെയ്ത സമയത്ത് കുട്ടികൾ നോക്കുമ്പോൾ ഒരു 5-10-20 പേരായി വീഡിയോയിൽ. ഞാൻ വിചാരിച്ചു കുട്ടികളൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി എടുത്ത് പോയ സമയത്താണ് ഡിക്കി തോന്നുന്ന സമയത്ത് വണ്ടി മൊത്തം പൊളിച്ച്. കാരണം വെച്ചാൽ അവർക്ക് അറിയില്ലല്ലോ, അവർ മൊത്തം വണ്ടി ഡിക്കിങ് ക്യാമറ ഒക്കെ എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് ഒന്നും പറ്റിയില്ല. എന്തായാലും കുറച്ച് ടൈം എടുത്ത് അത് ശരിയാക്കാൻ വേണ്ടി. മെയിൻ്റെനൻസും ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? കാരണം അതിന്റെ മെയിൻ്റെനൻസ് വെച്ചാൽ നമുക്കിപ്പോൾ അതിന്റെ എക്സറൈസ് ഒക്കെ ഭയങ്കര മൈന്യൂട്ടാണ്. അതിന്റെ വയറും കാര്യങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പൊ കമ്പനി വരുന്നതാണ് നമുക്ക് അതിൽ ആ ഒരു ക്വാളിറ്റിയിലായിരിക്കും ബിൽഡ് ചെയ്ത് അത് കൊണ്ട് അത്രയും പ്രൊഡക്ഷൻ വന്നിട്ടേക്ക് വരും. പക്ഷെ നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ഇഷ്യൂ ചെറുതായിട്ട് അത് തട്ടിയാൽ പോലും വണ്ടി പിന്നെ ഓട്ടാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഇത് ചെറിയ ക്യാമറക്ക് തന്നെ 10,000-50,000 രൂപയൊക്കെ വരുന്നുണ്ട്, ചെറിയ ഫ്രണ്ടിലെ ക്യാമറ. അതിന് ജസ്റ്റ് ഒന്ന് ഇത് ഫ്ലിപ്പെല്ലാം പോയി അത് പോയി. പക്ഷെ പൊട്ടിയില്ല ഭാഗ്യത്തിന്. അത് പൊട്ടിയില്ല. മെയിൻലി കുട്ടികളെ കാണുമ്പോ അല്ലേ, ഇതിനകത്തൊക്കെ ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്നത്. അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളിലും ഒക്കെ പോയതായിരിക്കും. ഇനിയിപ്പോ അടുത്ത പ്ലാൻ എന്താണ്? നമ്മുടെ ട്രക്ക് വെച്ചിട്ടുള്ള അടുത്ത പ്ലാൻ എന്താണ്? ട്രക്ക് വെച്ചിട്ടല്ല, ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡ്രോൺ വെച്ചിട്ടൊരു ആക്ച്വലി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു
പ്രൊഡക്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ടൊക്കെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ട്രക്കിൽ നിന്നും അതായത് നമ്മുടെ താഴെ നിന്നും നേരെ ആകാശത്തേക്കുള്ള പ്ലാനാണ് അടുത്ത് പറക്കാനുള്ള പ്ലാനാണ്. പറക്കാനുള്ള പ്ലാൻ ആണ് അല്ലേ? ഇതൊക്കെ നമ്മുടെ കണ്ണൂരിൽ മാത്രമല്ലാതെ അല്ലെ പുറം ഡിസ്ട്രിക്റ്റുകളിലേക്കും എത്തട്ടെ എന്തായാലും ചെവി ഇങ്ങനെ. കാലിക്കറ്റ് ഒരു വീഡിയോ ഷൂട്ടിങ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. റെസ്പോൺസ് വെച്ചാൽ ഭയങ്കര എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ഒരാൾക്കാർ ഇത് കാണുന്ന സമയത്ത് ഓടും, അതായത് വീഡിയോ വരുന്ന സമയത്ത്. കുറെ ആൾക്കാർക്ക് ഈ വീഡിയോ അറിയാം, അറിയുന്ന ആൾക്കാരെ കൂടുതൽ അറിയുന്ന ആൾക്കാരാണ് ഇപ്പൊ നോക്കുമ്പോ ഉള്ളത്. പക്ഷെ അത് ശരിക്കും നമുക്ക് വേണ്ട, അതായത് അറിയാത്ത ആൾക്കാർ ആ ഒരു ജെന്യുവൻ റെസ്പോൺസ് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വീഡിയോ അറിയാം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ വീഡിയോ ഈ കാർ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് താഴെ ഭൂമി കൂടെ അല്ല, ശ്രദ്ധിച്ചോളൂ, ഇനി ആകാശത്ത് കൂടെ പറന്നാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടി പോകുന്നതല്ലേ? ശരി. അപ്പൊ അതിന്റെ ഒരു വർക്ക് എവിടം വരെ എത്തി? ഒരു 1 month ആയി അത് തുടങ്ങിയിട്ട്. അതിന്റെ പുറകിലാണ്. ഇതിന്റെയൊക്കെ ഇടയ്ക്ക് പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? MBA അത് പഠിത്തം അങ്ങനെയാണല്ലോ. അപ്പൊ അത് ഡിസ്റ്റന്റ് അങ്ങനെ പോകുന്നുണ്ട്. ആ കാര്യം വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടോ? അത് ഉണ്ടാവൂലായിരിക്കുമല്ലോ. നീ പഠിക്കുന്നുണ്ടോ ഇതിന്റെയൊക്കെ ഇടയിലൂടെ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടാവലുണ്ടോ? അവർക്ക് ഞാൻ പറഞ്ഞു മടുത്ത് പറഞ്ഞോളൂ. മോൻ വലിയൊരു ഓൺട്രപ്രനർ ആണ്, നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. വലിയൊരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഷബീബിന് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാർ അങ്ങനെ ആരാണ്? അവരെ മീറ്റ് ചെയ്യണം, ഈ ഒരു വണ്ടി കാണിച്ചു കൊടുക്കണം എന്നുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അസ്ഫലിനൊന്നും നിൽക്കണം വലിയൊരു ആഗ്രഹം വന്നിട്ടുണ്ടായിരുന്നല്ലോ കണ്ണൂർ പോലെ. ആ സമയത്ത് കാണാൻ പറ്റിയിരുന്നു. ആ സമയത്ത് ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു മീറ്റ് ചെയ്യാനുള്ളൊരു. ബട്ട് അത് ഞാൻ ആ ടൈമിന് നാട്ടിലുണ്ടായിരുന്നില്ല, ഞാൻ മൈസൂരായിരുന്നുണ്ടായിരുന്നത്. അപ്പൊ വലിയൊരു ചാൻസ് ആണ് മിസ്സായത് അത് കൂടെ. അതെ അല്ലെ? അപ്പൊ ഷബീബ്, എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഷബീബിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഷബീബിനെ പോലെ കുറേയധികം ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ വീട്ടിലൊരു പ്രഷറൊന്നും പഠിത്തത്തിൽ മാത്രം ഒതുങ്ങി കൂടി പോയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകാം അല്ലെ? അപ്പോൾ അവരോട്, പാരന്റ്സിനോട്, ടീച്ചേഴ്സിനോടൊക്കെ എന്താണ് പറയാൻ? അങ്ങനത്തെ ഒരു കുട്ടികളെ കാണുമ്പോൾ അവരുടെ ആ ഒരു ഐഡിയാസിന് കൂടുതൽ സപ്പോർട്ട് നൽകണം എന്നുള്ള രീതിയിൽ ഷബീബിന് എന്താണ് പറയാൻ? അതായത് അവർക്ക് എന്തെങ്കിലും ജസ്റ്റ് എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവും. എന്തായാലും ഒരാൾക്ക് എന്തെങ്കിലും കഴിവ് എന്തായാലും കിട്ടും ജന്മന. അപ്പൊ അത് അവരെന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ അതിലേക്ക് മാറ്റം വരാം മാക്സിമം. എന്ന് വെച്ചാൽ അവർക്ക് എന്തായാലും സ്വന്തമായിട്ട് ഇപ്പൊ എനിക്ക് തന്നെ ആയാലും ആ ഒരു സൈക്കിൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കുറെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്കത് ഇവിടെ നിന്നുള്ള സപ്പോർട്ട് കിട്ടാൻ സമയത്ത് ഞാനത് ഡ്രോപ്പ് ചെയ്താലൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് അതെന്തായാലും ചെയ്യണം എന്നുള്ള അത്ര ആഗ്രഹം കൊണ്ടാണ് ചെയ്തെടുത്തുകൊണ്ടാണ് ഈ ഒരു സക്സസിൽ എത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും ജോബിന് കയറിയിട്ടുണ്ടാവും. എന്തായാലും കൺഫേം ആയിട്ട് ഞാൻ എവിടെയെങ്കിലും ദുബായിലോ അങ്ങനെ എവിടെയെങ്കിലും ജോബിന് കയറിയിട്ടുണ്ടാവും. പക്ഷെ എന്തായാലും അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ആൾക്കാർക്ക് എന്തെങ്കിലും ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം അതിന്റെ പുറകെ പോകാൻ വേണ്ടി അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. പാരന്റ്സ് ആണെങ്കിലും സ്കൂളിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ് ഏറ്റവും കൂടുതൽ മാക്സിമം വേണ്ടത്. സോ നിങ്ങൾ ഈ ഒരു ട്രക്കിന് കൊടുക്കുന്ന ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അത് തന്നെ എന്തായാലും ഷബീബിന്റെ ആ ഒരു ഡ്രോണിനും അല്ലെ, നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഡ്രോണൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും വിളിക്കുന്നതായിരിക്കും. അപ്പൊ ജാട ഇടരുത്, എന്തായാലും വരണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എന്തായാലും ഷബീബ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളുടെ ഒരു ട്രക്ക് വൈറലായ പോലെ തന്നെ ഷബീബിന് ആ ഒരു നല്ലൊരു റെസ്പോൺസ് എന്തായാലും ഡ്രോണിൽ നിന്ന് കിട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു.